ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ചെസ് ഗെയിം കാണാം. ഈ ഗെയിം കളിച്ചിരിക്കുന്നത് മാഗ്നസ് കാൾസനും സിപ്കെ എർണസ്റ്റും തമ്മിലാണ്. 2004 വൈക്കൻസിയിൽ വെച്ചാണ് ഈ ഗെയിം നടന്നിരിക്കുന്നത്. ഇവിടെ വൈറ്റ് കളിക്കുന്നത് കാൾസനും ബ്ലാക്ക് കളിക്കുന്നത് എർണസ്റ്റുമാണ്. ഇവിടെ കാൾസൺ E4 മൂവ് വെച്ച് കളി തുടങ്ങുന്നു. എർണസ്റ്റ് C6 മൂവ് വെച്ച് റെസ്പോണ്ട് ചെയ്യുന്നു. ഇതാണ് കാരോക്കാൻ ഡിഫൻസ്. കാൾസൺ D4 പോകുന്നു. ബ്ലാക്ക് D5 കളിക്കുന്നു. ഇവിടെ പോപ്പുലർ ആയിട്ടുള്ള മൂവ്സ് നൈറ്റ് C3, നൈറ്റ് D2, പോൺ E5, അതുപോലെ തന്നെ E takes D5. ഇതൊക്കെയാണ് പോപ്പുലർ ആയിട്ടുള്ള മൂവ്സ്. ഇവിടെ കാൾസൺ കളിക്കുന്ന മൂവ് നൈറ്റ് C3 ആണ്. ബ്ലാക്ക് സെൻട്രലുള്ള E4 പോണിനെ വെട്ടിയെടുക്കുന്നു. വൈറ്റ് നൈറ്റ് ടേക്സ് E4 കളിക്കുന്നു. മെയിൻ ലൈനിലെ പോലെ ബ്ലാക്ക് ബിഷപ്പ് F5 കളിച്ചിട്ട് ഈ പവർഫുൾ നൈറ്റിനെ അറ്റാക്ക് ചെയ്യുന്നു. നൈറ്റ് തിരികെ വന്ന് G3യിലേക്ക് വന്നിട്ട് ഈ F5ലുള്ള ബിഷപ്പിനെ അറ്റാക്ക് ചെയ്യുന്നു. ബിഷപ്പ് തിരികെ പോകുന്നു. ബിഷപ്പ് G6ലോട്ട് പോകുന്നു. ഇവിടെ വൈറ്റിനെ സംബന്ധിച്ച് പല പോപ്പുലർ മൂവ്സ് ഉണ്ട്. ഒരു മൂവ് എന്നാൽ നൈറ്റ് F3, മറ്റൊരു മൂവ് ബിഷപ്പ് D3 പോലത്തെ മൂവ് കളിച്ച് കൂടുതൽ ഡെവലപ്മെന്റ്സ് കൊണ്ടുവരിക എന്നുള്ളതാണ്. പക്ഷെ ഇതേപോലെ തന്നെ വളരെ അഗ്രസീവ് ആയിട്ടുള്ള ഒരു ലൈനാണ് ഇവിടെയുള്ള H4 എന്ന മൂവ്. ഈ ഗെയിമിൽ കാൾസൺ കളിക്കുന്നത് പോൺ H4 ആണ്. അപ്പോൾ അടുത്ത മൂവിൽ ത്രട്ടൺ ചെയ്യുന്ന H5 കളിച്ച് ഈ ബിഷപ്പിനെ കൂടുതൽ ലോക്ക് ആക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ്. അതുപോലെ തന്നെ ഒരു കിങ് സൈഡ് അറ്റാക്കും ഈ ഒരു H4 എന്ന മൂവ് കൊണ്ട് പ്രൊവോക്ക് ചെയ്യുന്നു. അപ്പോൾ H4 ശേഷം എർണസ്റ്റ് കളിക്കുന്നത് H6 ആണ്. കാൾസൺ തന്റെ അടുത്ത നൈറ്റിനെ പുറത്തിറങ്ങി നൈറ്റ് F3 കളിക്കുന്നു. ബ്ലാക്ക് നൈറ്റ് D7 കളിക്കുന്നു. H5 കളിക്കുന്നു. ഇവിടെ ബ്ലാക്കിന്റെ ബിഷപ്പ് തിരികെ H7ലേക്ക് പോകുന്നു. എന്നിട്ട് ഇതേ ഡയഗണലിലായിട്ട് അറ്റാക്ക് വീണ്ടും തുടരുന്നു. ഇവിടെ ഈ ഒരു പവർഫുൾ ബിഷപ്പിനെ എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വൈറ്റ് ബിഷപ്പ് D3 കളിക്കുന്നു. ഇവിടെ ബ്ലാക്ക് ഒന്നും ചെയ്തില്ലെങ്കിൽ വൈറ്റ് നേരെ ചെന്നിട്ട് ഈ H7ലിരിക്കുന്ന ബിഷപ്പിനെ എടുക്കും. അതുകൊണ്ട് തന്നെ ബ്ലാക്കിനെ സംബന്ധിച്ച് ഏറ്റവും ബെസ്റ്റ് മൂവ് ഇവിടെ ബിഷപ്പ് ടേക്സ് D3 ആണ്. ക്വീൻ ടേക്സ് D3 കളിക്കുന്നു കാൾസൺ. ഇവിടെ E6 മൂവുമായിട്ട് ബ്ലാക്ക് ഇവിടെ സെന്ററിലേക്ക് കൂടുതൽ കൺട്രോൾ കൊണ്ടുവരുന്നു. ഇവിടെ D5 സ്ക്വയറിലേക്ക് കൂടുതൽ കൺട്രോൾ കൊണ്ടുവരുന്നു. കാൾസൺ തന്റെ അടുത്ത പീസിനെ, അതായത് ബിഷപ്പിനെ F4ലോട്ട് കൊണ്ടുപോകുന്നു. അങ്ങനെ തന്റെ മൈനർ പീസുകളെല്ലാം ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞു. രണ്ട് നൈറ്റിനെ ഒരു ബിഷപ്പിനെ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞു. അത് മാത്രമല്ല കാൾസൺ ഇവിടെ ഒരു ക്വീൻ സൈഡ് കാസലിങ്ങിന് പ്രിപ്പയർ ചെയ്യുകയാണ്. ഇവിടെ ഏർണസ്റ്റ് നൈറ്റ് G F6 കളിക്കുന്നു. കാൾസൺ ഇവിടെ ലോങ് കാസലിങ്ങിന് പോകുന്നു. ഇവിടെ ബ്ലാക്ക് ബിഷപ്പ് E7 കളിച്ച് കിങ് സൈഡ് കാസലിങ്ങിന് തയ്യാറെടുക്കുന്നു. കാൾസൺ നൈറ്റ് E4ലോട്ട് കളിക്കുന്നു. സെന്ററിലോട്ട് ഈ നൈറ്റിനെ കൊണ്ടുവരുന്നു. ഇവിടെ ബ്ലാക്ക് കളിക്കുന്നത് ക്വീൻ A5 ആണ്. ഇത് വളരെ ഇൻട്രസ്റ്റിംഗും വളരെ പോപ്പുലർ ആയിട്ടുള്ള മൂവാണ്. കാരണം ഇവിടെ ആദ്യം തന്നെ ഈ ഒരു A2 പോണിനെ അറ്റാക്ക് ചെയ്യുന്നു. അതുപോലെ തന്നെ ബ്ലാക്കിനെ ഇവിടെ ക്യൂൻ സൈഡ് അറ്റാക്ക് ചെയ്ത് കൂടുതൽ ലൈൻസ് ഓപ്പൺ ചെയ്യുക എന്നുള്ളതാണ് ബ്ലാക്കിന്റെ ലക്ഷ്യം. അതിനാണ് ക്യൂൻ A5 എന്ന മൂവ്. അപ്പോൾ ഈ A2 പോണിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ഒന്നുമെങ്കിൽ A3 കളിക്കാം, അല്ലെങ്കിൽ കിങ് B1 കളിക്കാം. കാൾസൺ ഇവിടെ കളിക്കുന്നത് കിങ് B1 ആണ്. എന്നാൽ ഇവിടെ ബ്ലാക്ക് ജസ്റ്റ് ക്യാഷൽ ചെയ്യുന്നു. ഈ ക്യാഷൽ ചെയ്തതിന് ശേഷം വൈറ്റ് എങ്ങനെ മുമ്പോട്ട് പോകുന്നു നമുക്ക് നോക്കാം. ഇവിടെ കാൾസനെ സംബന്ധിച്ച് പല ഐഡിയാസ് മുമ്പോട്ട് പോകാം. ഒരു മൂവ് G4 കളിച്ച് അടുത്ത റൂക്കിനെയൊക്കെ കണക്ട് ചെയ്തിട്ട് കൂടുതൽ അറ്റാക്ക് നേരിട്ട് കൊണ്ടുപോകാൻ പറ്റും. പക്ഷെ ആ കാൾസൺ വേറൊരു രീതിയിലേക്കാണ് ഈ അറ്റാക്ക് കൊണ്ടുപോകുന്നത്. ആദ്യം തന്നെ F6ലിരിക്കുന്ന നൈറ്റിനെ വെട്ടിയെടുക്കുന്നു. നൈറ്റ് ടേക്സ് F6. എന്നിട്ട് ഈ നൈറ്റിനെ E5ലേക്ക് കൊണ്ടുവന്ന് സെന്ററിലേക്ക് കൊണ്ടുവരുന്നു. ബ്ലാക്ക് റൂക്ക് D8ലേക്ക് കൊണ്ടുവന്നു. ഇവിടെ ഒരു സ്ട്രോങ് അറ്റാക്ക് ഈ ക്യൂവിനെതിരെ കൊണ്ടുവരുന്നു. ബ്ലാക്കിന്റെ ഐഡിയ അടുത്ത മൂവിൽ C5 കളിച്ചിട്ട് ഈ ക്യൂവിന്റെ ലൈനിലേക്കുള്ള സ്ക്വയേഴ്സ് ഓപ്പൺ ചെയ്യുക എന്നുള്ളതാണ് ബ്ലാക്കിന്റെ ഐഡിയ. അതുകൊണ്ട് തന്നെ ക്യൂവിന് E2ലോട്ട് പോകുന്നു. ഈ റൂക്കിന്റെ വലയത്തിൽ നിന്ന് മാറി നിൽക്കുന്നു. ബ്ലാക്ക് തന്റെ ഐഡിയ പോലെ C5 കളിച്ചിട്ട് പിന്നീട് B5ഉം B4ഉം കളിച്ചിട്ട് കൂടുതൽ ലൈൻസ് ഓപ്പൺ ആക്കുക എന്നുള്ളതാണ് ബ്ലാക്കിന്റെ ലക്ഷ്യം. C5 കളിക്കുന്നു. ഇവിടെ കാൾസൺ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു മൂവ് കളിക്കുകയാണ്. ഇവിടെ പല രീതിയിൽ കളി മുമ്പോട്ട് പോകാം.
ഡി ടേക്ക് C5 പോലത്തെ മൂവ് കളിച്ചു കഴിഞ്ഞാൽ ബ്ലാക്കിന് കൂടുതൽ ലൈൻസ് ഓപ്പൺ ചെയ്യാൻ സഹായിക്കും. അതിനു പകരം വൈറ്റ് ഇവിടെ കളിക്കുന്ന വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മൂവ് നൈറ്റ് G6 ആണ്. ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മൂവാണ്. ആദ്യം തന്നെ ഈ റൂക്കിനെ അറ്റാക്ക് ചെയ്യുന്നു. ഇതൊരു സൂപ്പർ നൈറ്റ് സാക്രിഫൈസ് ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ ബ്ലാക്ക് നൈറ്റിനെ അക്സെപ്റ്റ് ചെയ്യുന്നു, കാൾസന്റെ നൈറ്റിനെ അക്സെപ്റ്റ് ചെയ്യുന്നു. ഇവിടെ കാൾസൻ ക്വീൻ ടേക്സ് E6 ചെക്ക് വെക്കുന്നു. ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മൂവാണ്. ഇവിടെ ചെക്കുമാണ്, അതുപോലെ തന്നെ ബിഷപ്പിനെ അറ്റാക്ക് ചെയ്തു. അപ്പോൾ കൊടുത്ത പീസ് തിരിച്ചു കിട്ടുന്ന പോലെയാണ് ഈ അറ്റാക്ക്. പക്ഷെ കാൾസൻ അതിന് മുതിരുന്നില്ല. ഇവിടെ വേണമെങ്കിൽ ഈ പീസിനെ സേവ് ചെയ്യാൻ വേണ്ടി ബ്ലാക്കിന് വേണമെങ്കിൽ റൂക്ക് F7 പോലത്തെ മൂവ് കളിക്കാം. പക്ഷെ റൂക്ക് F7 പോലത്തെ മൂവ് ഇവിടെ കളിച്ചു കഴിഞ്ഞാൽ നമുക്കത് നോക്കാം. ഇവിടെ ഈ ഒരു ബിഷപ്പിനെ സേവ് ചെയ്യാൻ വേണ്ടി റൂക്ക് F7 കളിച്ചു കഴിഞ്ഞാൽ വൈറ്റ് ജസ്റ്റ് H takes G6 കളിച്ചിട്ട് ഇവിടെ കാണാൻ സാധിക്കും. ഇവിടെ ഈ റൂക്ക് പിൻഡാണ്, നമുക്ക് ഈ റൂക്കിനെ ഇവിടെ നേടാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ആ ഒരു ബിഷപ്പിനെ ഇവിടെ പ്രൊട്ടക്ട് ചെയ്യുന്നത് അത്ര നല്ല മൂവ് അല്ല. അതുകൊണ്ട് തന്നെ ഇവിടെ ക്യൂൻ E6 ചെക്കിന് ശേഷം കിങ് H8 ആണ് ബ്ലാക്ക് കളിക്കുന്നത്. ഇവിടെ വൈറ്റിന് വേണമെങ്കിൽ ഈ E7 ഇരിക്കുന്ന ബിഷപ്പിനെ നേടാം. പക്ഷെ കാൾസൻ അതിന് മുതിരുന്നില്ല. കാൾസൻ കൂടുതൽ അറ്റാക്കിംഗ് ചാൻസസിന് വേണ്ടി H takes G6 കളിക്കുന്നു. ഇവിടെ വീണ്ടും ബിഷപ്പ് ഇവിടെ ഹാങ്ങിങ് ആണ്. ആ ബിഷപ്പിന് ഒരു സപ്പോർട്ടായിട്ട് ബ്ലാക്കിന് വേണമെങ്കിൽ കളിക്കാവുന്ന മൂവ്സ് ആണ് നൈറ്റ് G8. അതാണ് ഈ കളി കളിക്കുന്നത്. പക്ഷെ എന്താണ് ബ്ലാക്ക് ഇവിടെ ചെയ്യേണ്ടിയിരുന്ന ബെസ്റ്റ് മൂവ് എന്തെന്നാൽ ക്യൂൻ B6 കളിച്ചിട്ട് ഈ ഒരു ക്യൂൻ ട്രേഡ് ഫോഴ്സ് ചെയ്യുകയോ ക്യൂനിനെ കിങ്ങിന്റെ അടുത്തേക്ക് കൂടുതൽ കൊണ്ടുവരികയായിരുന്നു ബ്ലാക്ക് ഇവിടെ ചെയ്യേണ്ടിയിരുന്നത്. പക്ഷെ H takes G6 ശേഷം ബ്ലാക്ക് ഇവിടെ കളിക്കുന്ന മൂവ് നൈറ്റ് G8 ആണ്. ഇവിടെയാണ് കാൾസൺ തന്റെ അടുത്ത സാക്രിഫൈസുമായി ബിഷപ്പ് ടേക്സ് H6 കളിക്കുന്നത്. ഇത് വളരെ പവർഫുൾ ആയിട്ടുള്ള മൂവാണ്. ഇവിടെ കാണാൻ സാധിക്കും ഈ റൂക്കും ഈ കിങ്ങും ലൈൻഡ് അപ്പ് ആണ്. അതുകൊണ്ട് തന്നെ ഈ ബിഷപ്പ് മൂവ് ചെയ്താൽ ഒരുപാട് ഡിസ്കവേർഡ് ചെക്കുകൾ വരുന്നതാണ്. അപ്പോൾ ഇത് വളരെ ത്രെട്ടനിങ് ആയിട്ടുള്ള മൂവാണ്. ഇവിടെ G takes H6 കളിക്കുന്നു. ഇവിടെ കാൾസൺ മറ്റൊരു സാക്കുമായി റൂക്ക് ടേക്സ് H6 ചെക്ക് കൊടുക്കുന്നു. ഇവിടെ കാണാൻ സാധിക്കും ആദ്യം ഒരു നൈറ്റ് സാക്ക് ചെയ്തു, പിന്നെ ഒരു ബിഷപ്പ്, പിന്നെ ഒരു റൂക്കും കൂടെ ഇവിടെ സാക്രിഫൈസ് ചെയ്യുന്നു. ഇവിടെ നൈറ്റ് ടേക്സ് H6 കളിക്കുന്നു. ഇനിയാണ് നമ്മുടെ ഈ ബാക്കിയുള്ള ഈ ബിഷപ്പിനെ കാൾസൺ നേടുന്നത്. ക്വീൻ ടേക്സ് E7. ഇവിടെ കാൾസൺ ത്രെട്ടൻ ചെയ്യുന്നത് ക്യൂൻ ടു H7 ചെക്ക്മേറ്റ് ആണ്. അപ്പൊ ആ ഒരു ലൈൻ ബ്ലോക്ക് ചെയ്യാൻ വേണ്ടി കളിക്കുന്നത് നൈറ്റ് F7 ആണ്. ആ പീസിനെ തിരികെ കൊടുക്കുന്നു ബ്ലാക്ക്. G takes F7. കിങ് G7 കളിക്കുന്നു. ഇപ്പോൾ ഈ ഒരു പൊസിഷനിൽ നോക്കിക്കഴിഞ്ഞാൽ വൈറ്റിനെ സംബന്ധിച്ച് ഒരു റൂക്ക് കുറവാണ്. പക്ഷെ വൈറ്റിനെ സംബന്ധിച്ച് വളരെ അധികം അറ്റാക്കിംഗ് പൊസിഷൻ ഇവിടെ നേടാൻ സാധിക്കും. ഇവിടെ വൈറ്റ് കളിക്കുന്ന സൂപ്പർ മൂവ് റൂക്ക് D3 ആണ്. ഈ മൂവിന്റെ ഐഡിയ അടുത്ത മൂവിൽ റൂക്ക് G3 ചെക്ക് വന്നിട്ട് കൂടുതൽ പീസുകൾ അറ്റാക്കിലേക്ക് കൊണ്ടുവന്ന് ക്യൂനും റൂക്കും ഈ ഒരു പോണിന്റെ സപ്പോർട്ടോടെ ഒരു ചെക്ക്മേറ്റിംഗ് അറ്റാക്കിലേക്ക് പോവുകയാണ്. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം, ബാക്ക്ഗ്രൗണ്ട് ചെക്ക്മേറ്റ്സ് വരാതെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇവിടെ ക്യൂവിന്റെ പൊസിഷൻ അറിയാതെ മാറി ഒരു റൂക്കുമായിട്ട് ഡിഫ്ലക്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഇവിടെ ഒരു ബാക്ക്ഗ്രൗണ്ട് ചെക്ക്മേറ്റിന് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ റൂക്ക് D3 ശേഷം ഇവിടെ ബ്ലാക്ക് കളിക്കേണ്ടിയിരുന്ന ബെസ്റ്റ് മൂവ് എന്തെന്നാൽ ക്യൂൻ B6 അല്ലെങ്കിൽ ക്യൂൻ A6 ആണ്. ഈ മൂവിന്റെ ഐഡിയ റൂക്ക് ഇങ്ങോട്ട് വന്നിട്ട് റൂക്ക് G3 ചെക്ക് വരുമ്പോൾ ക്യൂൻ വെച്ചിട്ട് ആ ഒരു ചെക്ക് ബ്ലോക്ക് ചെയ്തിട്ട് ഇവിടെ ഒരു ക്യൂനിനെ ഒരു റൂക്കിന് പകരം എക്സ്ചേഞ്ച് ചെയ്തിട്ട് രണ്ട് റൂക്ക് വെച്ചിട്ട് ഈ ക്യൂവിനെതിരെ കളിക്കുകയായിരുന്നു ബ്ലാക്ക് ചെയ്യേണ്ട ബെസ്റ്റ് ട്രൈ. പക്ഷെ ബ്ലാക്ക് ഇവിടെ കളിക്കുന്നു റൂക്ക് D6 ആണ്. ഈ മൂവിന്റെ ഐഡിയ റൂക്ക് G3 എന്നുള്ള ചെക്ക് വരുമ്പോൾ റൂക്ക് വെച്ചിട്ട് ഈ ഒരു സ്ക്വയർ ബ്ലോക്ക് ചെയ്യുക എന്നുള്ളതാണ്. റൂക്ക് D6 കളിച്ചതിന് ശേഷം കാൾസൺ തന്നെ പ്ലാനുമായിട്ട് റൂക്ക് G3 ചെക്ക് കളിക്കുന്നു. ബ്ലാക്ക് ഇവിടെ റൂക്ക് G6 വെച്ച് അതിന് ബ്ലോക്ക് ചെയ്യുന്നു. അപ്പൊ റൂക്ക് G6 വെച്ച് ഇതിന് ബ്ലോക്ക് ചെയ്യുമ്പോൾ കിങ് ഇവിടെ വളരെ ഏത് സ്ക്വയറിലോട്ട് പോകണം എന്നുള്ള കൺഫ്യൂഷനിലാണ്. അപ്പോൾ കിങ്ങിനെ കൂടുതൽ ഈ റൂക്കിന് ഇവിടെ എക്സ്ചേഞ്ച് ചെയ്യുന്നതിന് പകരം ആദ്യം തന്നെ കാൾസൺ കളിക്കുന്നത് ക്യൂൻ E5 ചെക്കാണ്. ഈ റൂക്കിലേക്കുള്ള പ്രൊട്ടക്ഷൻ കൂടുതൽ വിടുവിക്കാൻ വേണ്ടിയാണ് ഇങ്ങനത്തെ ചെക്സ് ഇവിടെ നടക്കുന്നത്. ക്യൂൻ E5 ചെക്ക്, കിങ്ങിന്റെ F7. ഇവിടെ കാൾസൺ ക്യൂൻ F5 ചെക്ക് കളിക്കുന്നു. ഇത് വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് ആണ്. ഇവിടെ ഓരോ മൂവ്സും വളരെ നിർണായകമാണ്. ഇവിടെ ബ്ലാക്ക് കളിക്കേണ്ടിയിരുന്ന മൂവ്സ് കിങ് E8 അല്ലെങ്കിൽ കിങ് E7 ആണ്. പക്ഷെ ഇവിടെ ഒറ്റയടിക്ക് മേറ്റ് ആവുന്ന ഒരു മൂവാണ് ബ്ലാക്ക് ഇവിടെ കളിക്കുന്നത്. ബ്ലാക്ക് ഇവിടെ കളിക്കുന്നത്
റൂക്ക് F6 ആണ്. പക്ഷെ ഇത് ഒറ്റയടിക്ക് ഒരു ചെക്ക്മേറ്റിലോട്ട് പോകുന്നു. നിങ്ങൾക്ക് ഈ ചെക്ക്മേറ്റ് കാണാമെന്ന് വിശ്വസിക്കുന്നു. അതെ, ക്യൂൻ ടു D7 ഇവിടെ ചെക്ക്മേറ്റ് ആണ്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഗെയിം വളരെയധികം ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ എല്ലാവർക്കും നന്ദി.